എന്നെയും എൻ്റെ കുടുംബത്തെയും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകൃത സാക്ഷിയാക്കി നന്ദി പറയുന്നു. എൻ്റെ പേര് കനിഷ്ക, ഞാൻ UK നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ള മമ്മി എൻ്റെ ബേബിയാണ്, 8 മാസമായി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022-ലാണ്. അന്നേരം എനിക്കൊരു മിസ്കാരേജ് ഉണ്ടായി 4.5 മാസത്തിൽ. അന്നേരം എൻ്റെ ചാച്ചനും ചേച്ചിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതിനനുസരിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 90 ദിവസം ഞങ്ങളത് ശരിക്കും നോക്കി. അതിനുശേഷം ഞങ്ങൾക്കത് അത്ര ഇതായിട്ട് പോയില്ല. അത് കഴിഞ്ഞ് 2 വർഷമായപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അത് സ്കാൻ ചെയ്തപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു, ട്യൂബിലായിരുന്നു. പക്ഷേ ട്യൂബിലാണെന്ന് മാത്രമല്ല, അത് ഓൾറെഡി പൊട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ട്യൂബ് എടുത്തു കളയേണ്ടി വന്നു. അങ്ങനെ റൈറ്റ് സൈഡിൽ ട്യൂബ് എടുത്തു കളഞ്ഞു. അപ്പോഴാണ് ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ ഉടമ്പടി ഒന്നും കൂടി പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അങ്ങനെ 2024 ഓഗസ്റ്റ് മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയപ്പോൾ ഞാൻ ഹസ്ബൻഡും എൻ്റെ മൂത്ത കൊച്ചും കൂടിയാണ് വന്നത്. അവന് 8 വയസ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങൾ രണ്ടാമതൊരു കൊച്ചിന് വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു. തിരിച്ച് ഞങ്ങൾ UK ചെന്നു. പക്ഷേ എനിക്ക് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡ് അത്ര വിശ്വാസമുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പള്ളിയിലൊക്കെ പോകുമെങ്കിലും വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ കൃപാസനത്തിൽ വന്ന് ഇവിടെ 2 ദിവസം ഞങ്ങൾ ഇരുന്നു. കാരണം ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതൊരു തേഴ്സ്ഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേയിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് അച്ഛനെ കണ്ടത്. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു സാക്ഷ്യം പറയാൻ വരണമെന്ന്. അപ്പോൾ തന്നെ ഒരു കൺഫേമായി. പക്ഷേ എന്നാലും നമുക്ക് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ മഴവില്ല് കണ്ടിരുന്നു. പുതുക്കിയ സമയത്ത് മാതാവിനെ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതിയെങ്കിലും നമുക്ക് ഇത്രയും 8 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളിരുന്നു. അച്ഛൻ സൈത്ത് തന്നു. ഞങ്ങൾ രണ്ടുപേരും അടിവയറ്റിൽ തൂത്തു. അതിനുശേഷം പോയി. പിന്നെ ഒരു സ്പെഷ്യൽ കാശുരൂപം തന്നായിരുന്നു. അത് എന്നും പ്രാർത്ഥിക്കണം, മാത്രമല്ല അത് എന്നും ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റിൽ തിരിച്ച് UK ചെന്ന് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ബ്ലെസ്സിങ് ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡിനായിരുന്നു. ഹസ്ബൻഡ് അതിനുശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കൊയറിൽ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുവരെ ഡ്രീം ചെയ്യാത്തൊരു കാര്യമായിരുന്നു വീട് വാങ്ങണം എന്നുള്ളത്. കാരണം ഞങ്ങൾ ബേബി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വീട് വാങ്ങാനായിട്ടുള്ള ഒരു അവസരം വന്നു. അതും പെട്ടെന്ന് തന്നെയാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് UK ആ ഒരു കാശൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഞങ്ങളുടെ ഇന്ത്യൻ ഇത് കാണിച്ചിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ അക്സെപ്റ്റിൽ എല്ലാ പേപ്പർ വർക്കും പോയി. അപ്പോൾ UK ഒരു ബാങ്ക് ബാലൻസും ഇല്ല ആ സമയത്താണ്. എന്നിട്ട് പേപ്പർ വർക്ക് ഫൈനൽ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പൈസ അങ്ങോട്ടെടുത്ത് അങ്ങനെയാണ് വീട് വാങ്ങിയത്. ആ വീട് ഞങ്ങൾക്ക് കിട്ടി, കീ കിട്ടി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്രിപ്പറേഷൻ്റെ സമയത്ത്, അതായത് വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോകണതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് കാശുരൂപം മിസ്സായി പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ മാലയിലിട്ടായിരുന്നു. അതായത് നീല കാശുരൂപവും മറ്റേ അച്ഛൻ തന്ന സ്പെഷ്യൽ കാശുരൂപം അവിടെ കഴുത്തിലിട്ടു. അവിടെ ചെന്നിട്ട് പിന്നെ സൂക്ഷിച്ച് വെക്കാമല്ലോ എന്നുള്ള രീതിയിൽ അതിട്ട് ഞങ്ങൾ പുതിയ വീട്ടിൽ കയറി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൺസീവ് വന്നറിഞ്ഞു. അതൊരു ഏപ്രിൽ മാസത്തിലാണ്, 2025 ഏപ്രിൽ മാസത്തിൽ. അങ്ങനെ ഡിസംബർ 11 ഞങ്ങൾക്ക് ബേബികളുണ്ടായി. ഹെൽത്തി ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അപ്പോൾ പറയും മാതാവിനോട്, മാതാവേ നീ തന്ന കുഞ്ഞാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവരുത്, എനിക്കിവിടെ സാക്ഷ്യം പറയണം. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ആ സമയത്തുണ്ടായാലും. എനിക്ക് ബ്ലഡ് കുറവുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മാറിക്കിട്ടി. ബേബി 12-നായിരുന്നു പറഞ്ഞിരുന്നത് ഡെലിവറി ഡേറ്റ്, 11-ന് വന്നു. പക്ഷേ അപ്പം തന്നെ അവിടെ ഡോക്ടേഴ്സ് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ ഡോക്ടേഴ്സ് വിത്തിൻ 3 hours സിസേറിയൻ ചെയ്ത് ബേബിനെ എടുത്തു. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ബേബിനെ തന്നു. ബേബിക്ക് ആ സമയത്ത് അവിടെ ഭയങ്കര ഫ്ലൂ ആയിരുന്നു. മൂത്ത കുട്ടിക്കും പിടിച്ചു, ഹസ്ബൻഡൊക്കെ ഫ്ലൂ ആയിരുന്നു. ബേബിനെ നോക്കിക്കൊണ്ട് ഹസ്ബൻഡാണ്. പക്ഷേ കൊച്ചിന് ഇതുവരെ ഒരു ജലദോഷമോ കഫക്കെട്ടോ ഒന്നും വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആദ്യമേ ബേബീനെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എണ്ണ തൂത്തിട്ടാണ് പോയത്. ആ എണ്ണ എൻ്റെ നെറ്റിയിൽ നിന്ന് ബേബിയുടെ നെറ്റിയിലേക്ക് തൈലം അപ്പോഴെ തന്നെ തൂത്തായിരുന്നു. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇതുവരെ ബേബിക്ക് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. ഒരു പനിയോ ജലദോഷമോ ഒന്നും വരാതെ ഇത്ര 8 months-ആയി ബേബീനെ മാതാവ് പ്രത്യേകം സൂക്ഷിക്കുന്നു. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒന്നും ഇത്ര 8 വർഷമായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഒരു കുഞ്ഞിനെ കിട്ടാതിരുന്നിട്ട് മാതാവ് തന്ന കുഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഡിസംബറിൽ വരാനിരുന്നാണ്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2 വർഷമായിട്ട് UK ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കിട്ടില്ല. പക്ഷേ ബേബി ഉണ്ടായിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ
എനിക്ക് 20 ഡേയ്സിനുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഡേറ്റ് കിട്ടി. ഭയങ്കര പാടായിരുന്നു, കിട്ടി. അത് 7 ക്ലാസ്സസിൽ പോയുള്ളൂ. ഒരു തെറ്റും അവർക്ക് പറയാത്ത രീതിയിൽ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്നു. അതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം സമയ ചുരുക്കം എനിക്ക് ഭയങ്കരമായിട്ട് അതിനകത്ത് ഫീൽ ചെയ്തു. 2 വർഷം ഞാൻ എന്തൊക്കെ കാണിച്ചെന്നറിയത്തില്ല, പക്ഷേ മാതാവിൻ്റെ ഉപ്പിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്, പ്രാക്ടിക്കൽ എക്സാമിന് പോയത്. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു തെറ്റും അവർക്ക് പറയാനില്ല. അവരാകെപ്പാടെ പറഞ്ഞത് ഗ്ലാസ് കണ്ണാടി നോക്കിയില്ല എന്ന് മാത്രം ഒരു സമയത്ത്, അല്ലാണ്ട് ഒരു മേജർ മിസ്റ്റേക്സ് എൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല. അങ്ങനെ അതും കിട്ടി. പിന്നെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്താണ് എനിക്കൊരു കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു റീസൺ പറയും. അവർ ഞാൻ ആപ്ലിക്കബിൾ ആണ്, എലിജിബിൾ ആണ്, പക്ഷെ തരില്ല. പക്ഷേ ഈ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തു. അവർ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ പിറ്റേ ദിവസം രജിസ്ട്രേഷൻ ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മാതാവിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, സമയമാകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ എന്നെ ലൈൻ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു അത് ഇലക്ട്രോണിക് എററാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിൽ എനിക്ക് ആ ജോലിയും തന്നു. അങ്ങനെ എനിക്ക് അവിടെ ഒരു കരിയർ പ്രോഗ്രഷനായിട്ടുള്ള ജോലി ഞാൻ 2-3 വർഷമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അതും എനിക്ക് തന്നു. മാതാവ് എന്നെ ഉയർത്തി. ഇലക്ട്രോണിക് എററാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെ പറഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം തന്നെ ലൈൻ മാനേജർ, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, പക്ഷേ മാതാവ് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്ന്, വീണ്ടും എനിക്ക് അവസരം തന്ന് മാതാവ് എന്നെ ഉയർത്തി. അങ്ങനെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ തടസ്സം വരും. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. എല്ലാ ദിവസവും 8 മണിയാകുമ്പോൾ എൻ്റെ 8 വയസ്സുള്ള കൊച്ചു ചോദിക്കും പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കും. അങ്ങനെ പ്രാർത്ഥിക്കും. അവനിപ്പം കൊന്ത ചെല്ലും. എല്ലാ പ്രാർത്ഥനകളും അവൻ കാണാപ്പാടറിയാം. ഇംഗ്ലീഷിലാണ്, പക്ഷെ എല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ അത്രയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. പ്രത്യേകമായിട്ട് മാതാവിന് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന മാതാവിന്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ട്, ഞങ്ങൾ 2 വർഷം മുമ്പാണ് വന്നത്. ആ സമയത്ത് കൊണ്ടുപോയ പത്രങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പത്രങ്ങൾ വിതരണം ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് ഓൺലൈനായിട്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാറുണ്ട്, ചോദിക്കുന്നവർക്കും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ. അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റാറില്ല, പക്ഷെ എന്നാലും സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ദശാംശം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, അവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്, അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പം വായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന അത് മുടക്കാറില്ല. ഇപ്പം ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചു ചോദിക്കും പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ 2 സൺഡേസിൽ മലയാളം മാസമുള്ളൂ, ബാക്കി ഇംഗ്ലീഷ് മാസമാണ്. അപ്പം ആ 2 സൺഡേ ഞങ്ങൾ നിർബന്ധമായിട്ടും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. റോമൻ കാത്തലിക്കിൻ്റെ കുർബാന കൂടും. പിന്നെ 2 പ്രവൃത്തികളായിട്ട് ഞാൻ ഇങ്ങനെ സഹായിക്കാറുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്കും സഹായം കൊടുക്കാറുണ്ട്. കുമ്പസാരിക്കാനായിട്ട് ഞാൻ മാസത്തിലൊന്ന് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കുർബാന ഞങ്ങൾ മുടക്കാറില്ല. പിന്നെ ഞാനിപ്പം ഫ്രീ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ ബേബിനെയും കൊണ്ട് തൊട്ടടുത്ത് പള്ളിയിൽ ഇംഗ്ലീഷ് മാസിന് പോകാറുണ്ട്. മുടക്കാൻ ശ്രമിക്കാറില്ല, മുടക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും റീസൺ വെച്ച് കുർബാന ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ മാത്രമേ കുർബാനയ്ക്ക് പോകത്തുള്ളൂ. അതാണ് എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്. ഞാൻ ഇത്രയധികം അനുഗ്രഹം തന്ന മാതാവിന് പ്രത്യേകം, മാതാവിനും ഈ തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനം 40 1-ാം വചനമാണ്. കാത്തിരിക്കുന്ന സമയമാണ് വിശ്വാസം വളരുന്ന സമയം. ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ഉടമ്പടി മക്കൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും, ജോലി കാര്യങ്ങൾ, കുഞ്ഞില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, ജപ്തി കാര്യം, വിവാഹ കാര്യങ്ങൾ എല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ഹൃദയവേദന കാണുന്ന ദൈവം തക്ക സമയത്ത് പ്രതികരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി ദൈവത്തോട് കൂടെയുള്ള ഒരു വിശ്വാസ ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്ന് ആ കർത്താവ് നിലവിളി കേട്ട ഒരു ദൈവ അനുഭവ സാക്ഷ്യമാണ് കനുഷ്ക എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മറ്റു കുടുംബാംഗങ്ങൾ ഉടമ്പടിയിലായിരുന്നു. പിന്നീടാണ് ഈ മകൾ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുള്ള കാരണം
രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് 8 വർഷത്തോളം കാത്തിരുന്നു. ആദ്യം കൺസീവായി. 4.5 മാസമായപ്പോൾ മിസ്കാരേജ് ആവുകയാണ്. പിന്നീട് ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും പ്രഗ്നൻ്റ് ആവുകയും, പക്ഷേങ്കിൽ ഈ മക്കൾ പറയുന്നത് രണ്ടാമത്തെ ഉടമ്പടിയിൽ ആയപ്പോഴേക്കും തീക്ഷ്ണത അല്പം കുറയുകയും പിന്നീട് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെയാണ് ട്യൂബൽ പ്രഗ്നൻസി ആവുകയും പിന്നീട് ട്യൂബ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരികയും ചെയ്തു. ആ അവസ്ഥയിലാണ് നേരെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി പുതുക്കുകയാണ്. ആ നഷ്ടപ്പെട്ട തീക്ഷ്ണതയോടെ വീണ്ടും കൂടുതൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ സൈത്ത് ഇവർക്ക് കൊടുത്ത് രണ്ടുപേരോടും തേച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഈ മക്കളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: സാക്ഷ്യം പറയണമെന്നാണ്. പക്ഷെങ്കിൽ ഈ മക്കൾ വിചാരിച്ചത്, അമ്മ 8 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ല, 2 പ്രാവശ്യം മിസ്കാരേജായി, ഇനി എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം തന്നെ ഇവർക്ക് അമ്മ തന്നെ നല്ലൊരു അടയാളം നൽകുകയാണ്. മഴവില്ലിൻ്റെ രൂപത്തിലും ജോസഫ് അച്ഛൻ്റെ ആ വാക്കിലൂടെ, കാരണം വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ഉറപ്പാണ് ഇവർക്ക് നൽകിയത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന കേട്ട് ഇവർ പുതുക്കി തിരിച്ചു പോവുകയാണ്. പിന്നീട് UK ചെന്നപ്പോൾ ആദ്യം ലഭിച്ച അനുഗ്രഹം നല്ലൊരു ഭവനമാണ് അവിടെ കിട്ടിയത്. അവിടെയും നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ 90 ദിവസം ആ പുതുക്കിയെ ചെന്നതിൻ്റെ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഭവനം നൽകി ഇവരെ അനുഗ്രഹിക്കുകയാണ്. നമുക്കറിയാം UK വളരെ ബുദ്ധിമുട്ടാണ് ടു ഗെറ്റ് എ ഹോം ഫോർ ദെയർ ഓൺ. ബട്ട് ഇവിടെയും ഈശോയുടെയും നമ്മുടെ ഒരു വലിയ കൃപയാലാണെന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു നല്ല ഭവനം നൽകിയാണ് ഇവരെ അനുഗ്രഹിച്ചത്. വീട്ടിൽ കയറി താമസം തുടങ്ങി 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മകൾ വീണ്ടും കൺസീവ് ആവുകയാണ്. ഇതാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ. 8 വർഷം സാധ്യമാകാത്ത കാര്യമാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആ നഷ്ടപ്പെട്ട തീക്ഷ്ണതയോടുകൂടി കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥനയാണ് ഈശോയും അമ്മയും കേട്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നത്. ഭവനം നൽകി കയറി താമസിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സൈത്ത് തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ ആ വചനത്തിലൂടെയും ഈ മകൾ കൺസീവ് ആവുകയാണ്. പിന്നീട് ഒരു കുഴപ്പവുമില്ലാതെ ഫസ്റ്റ് ചൈൽഡിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസും ഒന്നുമില്ലാതെയാണ് ആഞ്ചലിൻ മരിയ എന്ന മകൾക്ക് ജന്മം നൽകിയത്. അവിടെ ഈ മക്കൾക്ക് കാണുവാൻ പറയുന്നത് ഒരു മെറിറ്റുമില്ലാത്ത അവസ്ഥയിൽ, അതായത് 8 വർഷം പല ട്രീറ്റ്മെൻറ്റ് പോയി, പല സ്ഥലങ്ങളിൽ പോയി, അവസാനമാണ് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തത്. 2 അബോർഷനായി. എന്നാലും ഇവിടെയെല്ലാം ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അങ്ങനെ ഈ മക്കൾക്ക് ആഞ്ചലിൻ മരിയയുമായിട്ടാണ് ഇന്ന് UK നിന്ന് നേരിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് മാത്രമായിട്ടാണ് ഇന്ന് ഈ മക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയുടെ അമ്മയുടെ കൃപയാൽ ലഭിച്ച കുഞ്ഞിന് നന്ദി പറയുകയാണ്. ക്ഷമാപൂർവം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ചെവി ചായച്ച് നിലവിളി കേട്ട ആ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇന്ന്. തന്നെയുമല്ല, ലൈസൻസിനായിട്ടും 2 വർഷത്തോളവും മുടങ്ങിക്കിടന്നതാണ്. അവിടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ടെസ്റ്റിന് പോയപ്പോൾ നെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അവിടെയും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചതാണ് ലൈസൻസ്. പിന്നീട് കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെയാണ്. 2 പ്രാവശ്യം ഫെയിലായി. എലിജിബിളാണ് പക്ഷെങ്കിൽ കിട്ടുന്നില്ല. വീണ്ടും അവിടെയും വെഞ്ചരിച്ചൊപ്പുമായി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. റിജക്റ്റായ സ്ഥലത്ത് വീണ്ടും ഇലക്ട്രോണിക് എറർ ആയിരുന്നിട്ടും പിന്നീട് മാനേജ്മെൻറ്റ് റോളിൽ
പ്രൊമോഷൻ കിട്ടുകയാണ് UK-യിൽ. അവിടെയും ഈശോയുടെ നമ്മളൊരു വലിയ ഇടപെടലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്ഷമാപൂർവ്വം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെവി ചായച്ച് നമ്മുടെ നിലവിൽ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ മക്കളുടെ ജീവിതത്തിൽ വീണ്ടും കാണാൻ സാധിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലെ നിബന്ധനകൾ പാലിച്ച് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ചെയ്യുകയാണ്. അറിയുന്നവരെ കൂടുതൽ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ആത്മീയമായിട്ട് കൂടുതൽ ഈശോയുടെ മമ്മയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും കുർബാനയും കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ജപമാലയും ഒക്കെ നല്ല ഭംഗിയോടുകൂടി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ നിലവിളി കേട്ട ദൈവത്തെ ഇവർക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഫലം വൈകിയാലും വിശ്വാസം നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച കനിഷ്കയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ കുഞ്ഞു വാവ ആഞ്ചലിൻ മരിയയ്ക്കും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.